എന്റെ അമ്മേ. പൊട്ടും അതിനെ സാർ സാറേ താഴെയുടെ സാറേ കൊണ്ടുപോലെ സാറേ താഴെയുടെ സാറേ സാറേ അതിനെ സാർ ദൈവമേ രക്ഷിക്കണേ. സാറേ 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 അത് തീയുണ്ട്, അത് കെട്ടിട്ടില്ല, അത് പൊട്ടും സാറേ. ഒന്നൊതുങ്ങിയത് ദൈവം. എടാ ആൾക്കൂട്ടത്തിനിടെ നാടാ കതിര പൊട്ടിക്കുന്നേ. ഓട്ടോറിക്ഷ എങ്ങോട്ടാ സാറേ? ഗാന്ധി പാർക്ക്. ക്ലാസ് പൊട്ടിയിരിക്കുന്നില്ല സാറേ. അതാണ് ഇപ്പോഴത്തെ ഫാഷൻ. റോഡിൽ എന്തൊരാൾക്കൂട്ടല്ലേ. നഗരത്തിന്റെ ഒരു വളർച്ചയെ ഇരുവശത്തും അമ്പരചുംബികളായ എന്തുമാത്രം കെട്ടിടങ്ങളാണ് അല്ലേ? അതെ സാർ. എന്താണോ കണ്ടൂടെ? രാവിലെ വരും ഓരോന്ന് വണ്ടിയുടെ കുറുകയാണ്. ഗാന്ധി പാർക്ക് എത്തിയല്ലേ? അത് കണ്ടാലറിയില്ലേ? എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ചാർജ് എന്തായി? 40 രൂപ. മീറ്ററിൽ അത്രയും ഇല്ലല്ലോ. അതിന് മീറ്ററേ ഇല്ലല്ലോ. അതെ, പക്ഷെ ഇനി മീറ്റർ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 10, 20. ഇതും 20ന്റെ നോട്ടാണേ. 40 രൂപ. നന്നായി വരട്ടെ. ഗാന്ധി പാർക്ക്. ഗാന്ധി പാർക്ക്. ഹലോ സാർ കയറിക്കോ. എത്രയായി? 5 രൂപ. പോരെ, 5 രൂപയൊക്കെ മതി. അതിന് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാൻ പറയാൻ എനിക്ക് ആളുണ്ടേ. ഇതുപോലെ പൊല്ലാപ്പായല്ലോ.
ചീത്ത പറഞ്ഞാൽ അടിച്ചിന് ചൗക്കുറ്റിയാൻ പൊട്ടിക്കും. ആര് ചീത്ത വിളിച്ചു? ഇങ്ങനെ ചെവി ആ അത് തന്നെ, ചൗക്കുറ്റി അടിച്ചാൻ പൊട്ടിക്കും. ആ പറ്റിക്കാൻ നോക്കല്ലേ. നിരവധി വ്യക്തികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഒരു പ്രസ്ഥാനം. അതിലൂടെ മാത്രമേ ഏത് പ്രസ്ഥാനവും നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രത്യേകമായ കഴിവ് മാത്രമല്ല ഇവിടെ പരിഗണിക്കേണ്ടത്. പണ്ടും വ്യക്തികൾ പ്രസ്ഥാനങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട്. അന്നൊന്നും പ്രസ്ഥാനം തകർന്നു പോയിട്ടുണ്ട്. But I don't know. I wish they'd held it in a bigger auditorium. It's No, so it was okay. crowded. I like it. Yeah, yeah. Woo. Sir, what are you ഹലോ doing? ആരാ Sir, this is a private conversation. ഞാൻ ഇരിക്കുന്ന സ്ഥലം Go away. This is our place. Please. Come on, leave. I'm tired of being bothered. Thank you, Go thank you. over to that corner. This is our little bench here. Please, that way. അത് ഞാൻ അവളോട് അന്നേ ചോദിച്ചതാ. ഇതോടെ ഈ യോഗം പിരിച്ചുവിട്ടു. അയ്യോ ഇതിനൊക്കെ ഇരിക്കാൻ വേറെ സ്ഥലം അയ്യോ ചേട്ടൻ. ബാലനോ? ഇന്ന് അച്ഛന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ ബാല. ബാല ബാല കൈക്ക് പിടിക്കണ്ട, ആവശ്യത്തിന് ഇഡ്ഡലി ഉണ്ട്. ആനാന്ന് പറയുമ്പോ ചേനാന്ന് കേൾക്കുന്ന ഇവനെ കൊണ്ട് തോറ്റു. അച്ഛൻ എവിടെയെന്നാ ചോദിച്ചത്? അച്ഛനും തികയും. എടാ കഴുതേ, എന്താ? അച്ഛൻ പോയോന്ന്? അച്ഛൻ പോയോന്ന്? അച്ഛൻ പോയിട്ടില്ല. ഇന്നലത്തെ സംഗതി വല്ലതും പിള്ളച്ചേട്ടൻ പറഞ്ഞു കാണുമോ? ഏയ്, അതിനുള്ള ധൈര്യമൊന്നും അയാൾക്ക് കാണത്തില്ല. ഇന്നലെ കടലിൽ ചാടിയപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്, ഇന്ന് നമുക്ക് ഒരു വള്ളത്തിൽ കയറണം. വെള്ളം അടിക്കാനോ? ശരി, അടിക്കാം. വെള്ളമല്ല, വള്ളം. ഓ, വള്ളം. ആ, അതിൽ കയറി നമുക്കൊന്ന് കടലിൽ പോണം. എന്തിനാ? ചാടി ചാവാനാണോ? ചാവാം, പക്ഷെ അതിനു മുമ്പ് നിന്നെ ഞാൻ തട്ടും. ഇന്നലത്തെ പോലെ അച്ഛൻ പോയ ഉടനെ നമുക്ക് ഇവിടുന്ന് കടക്കാം, നേരെ കടപ്പുറത്തേക്ക്. എന്നിട്ട് വള്ളത്തിലോ ബോട്ടിലോ കയറി കുറേ നേരത്തേക്ക് ഒരു കടൽ യാത്ര. എങ്ങനെ? പിള്ളച്ചേട്ടന്റെ കണ്ണ് വെട്ടിക്കാനുള്ള ഒരു പദ്ധതി നീ ആലോചിച്ചാ മതി. അച്ഛൻ എന്താ നിൽക്കുന്നത്? ഇഡ്ഡലി കഴിക്കൂ. അച്ഛാ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. കടലിൽ കൂടെ എവിടം വരെ പോകും? കുറച്ച് ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങ് മിഡിൽ ഈസ്റ്റിലെത്താം, ഗൾഫിൽ. അവിടം വരെ പോകുന്നോ? അച്ഛാ, അത് എപ്പോഴെങ്കിലും അച്ഛന്റെ കൂടെ ഒരു കടൽ യാത്ര, അല്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ പോകാനാ? അല്ല, ഇന്നലെ രണ്ടാളും പുറത്തു പോയെന്ന് പറഞ്ഞല്ലോ, അത് ഏതച്ഛൻ്റെ കൂടെയാ? ഞാനല്ല, ചേട്ടനാ പോയത്. എടാ ബാല, ചതിയാ. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഓഫീസിൽ ചെന്നാലും സ്വസ്ഥതയില്ല. ഓരോ ദിവസവും രണ്ടാളെ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുള്ള ടെൻഷനാ. ഇപ്പൊ ഉള്ള സങ്കടത്തിന് പുറമെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? അച്ഛാ, വീട്ടിൽ എത്ര നേരം ഇരിക്കും? ഇവിടുന്ന് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങ് പോവും. പിന്നെ ഒരു ദിവസം തീരാൻ എത്ര മണിക്കൂറുണ്ട്? പിള്ളച്ചേട്ടന്റെ മുഖം എത്ര എന്നും പറഞ്ഞ് കണ്ടോണ്ടിരിക്കും. പുറത്തിറങ്ങിയാൽ ആളുകളുടെ ശബ്ദം കേൾക്കാം, വാഹനങ്ങളുടെ ഇരമ്പൽ കേൾക്കാം, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാം, പല പല കാഴ്ചകൾ കാണാം. ഞങ്ങൾക്ക് അത്രയും നേരം ഞങ്ങളുടെ വിഷമങ്ങൾ മറക്കാം അച്ഛ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉച്ചയ്ക്ക് 2 മണി. അതിനിടയിൽ പാട്ട് കേൾക്കുകയോ ഐസ്ക്രീം കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം. പാർക്ക് വിട്ട് പുറത്തു പോകാൻ പാടില്ല. 2 മണിക്ക് ഇതേ സ്ഥലത്ത് ഇതേ കാറ് വന്ന് നിന്ന് ഹോൺ അടിക്കുമ്പോൾ 2 പേര് ഇതേ ഷേപ്പിൽ ഇതേ സ്ഥലത്ത് ഹാജരായിരിക്കണം. അച്ഛൻ ധൈര്യമായിട്ട് പോകും. ചേട്ടനെ നിയന്ത്രിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ബാലനെ ഞാൻ ഇറങ്ങാൻ സമ്മതിക്കില്ല അച്ഛ. പരസ്പരം നിയന്ത്രിക്കണമെന്നില്ല, 2 പേർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടായിരുന്നാൽ മതി. ശരി.